മുബിക്കാക്ക് ഉറങ്ങാണോ? ഞാൻ ഉറങ്ങൂല, എനിക്ക് ഈ ടൈമിലൊക്കെ എണീച്ചിട്ടുള്ള ശീലം. ഇപ്പൊ സമയം 5 മണിയാവാനായി. യെസ്. അപ്പൊ 5 മണിക്ക് തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് ഒരുങ്ങിയിരിക്കുന്നത് എന്താന്ന് വെച്ചാല് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോവാണ്. മാളൂട്ടിന്റെ പ്രോഗ്രാം ചെയ്യേണ്ട ആളിതാ ഉറങ്ങുന്ന. പക്ഷെ അവൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് നല്ല ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടാൻ സമ്മതിച്ച് എന്നിട്ട് ഉറങ്ങാണ്. അതെ. അപ്പൊ ഞങ്ങൾ ഇന്ന് കോഴിക്കോടേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ വരുന്നത്. അവിടെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങോട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അതെ വീഡിയോ ഇടുമ്പോഴേക്കും തിരിച്ച് നമ്മൾ എറണാകുളത്തേക്ക് എത്തിയിട്ടുണ്ടാവും. സോറി ഗൈസ്. അപ്പം കോഴിക്കോട് വെച്ചിട്ടാണ്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്കും അറിയില്ല. ഇപ്പൊ ടീമൊക്കെ ഇപ്പൊ വരും. മനോരമ മാക്സിന്റെ ഷോ ആണ്. ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പം മാളൂട്ടി പറഞ്ഞു എന്നെ വിളിക്കണ്ട, എന്നെ എടുത്തും കൊണ്ട് പോയത് പറഞ്ഞു. പക്ഷെ എന്തായാലും രാവിലെ എണീറ്റ് പല്ലൊക്കെ തേക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി കൊടുത്ത് ഇനി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. അവർ വരുന്നവരെ വന്നാലും ചിലപ്പോൾ എടുത്തിട്ട് പോകേണ്ടി വരും. യെസ്. അപ്പം ഞങ്ങൾ തൽക്കാലം ഒന്ന് ഒരുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. ബാക്കി ഇനി എന്തായാലും അവിടെ എത്തുന്നവരെ ഞാൻ ഉറക്കമായിരിക്കും. അപ്പോൾ ബാക്കി ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. എന്തായാലും അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയൊക്കെ വരട്ടെ, എന്നിട്ട് കാണാം. ഗൈസ്, ഞങ്ങൾ വണ്ടി നിർത്തിയിട്ടടുത്തേക്ക് നടക്കുകയാണ്. മാളൂട്ടി നല്ല ഉറക്കത്തിലാണ് ഇപ്പോഴും. മാളൊരു ഗുഡ് മോർണിംഗ് പറയാം. അപ്പം എന്തായാലും നമുക്ക് ബാക്കി കാണാം. നടക്കട്ടെ. മഴ പെയ്തിട്ട് ഫുള്ള് കുളമായി കിടക്കുന്നുണ്ട് വഴിയൊക്കെ. അങ്ങനെ ഞാൻ ചായ കുടിച്ചു. ഇവർക്ക് ചായ വേണ്ടാതാണ് ഉറക്കത്തില്. ഒന്നുമില്ല, മുട്ടായി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ ചായ വേണ്ട? ഞാനോ മാളൂസോ? അതെ, ഞാൻ നേരത്തെ കഴിച്ചു. എന്താ മാളു? മാളൂസിനേക്കാൾ വലിയൊരു നെയ് റോസ്റ്റ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. മാളൂസ് അത് വെച്ച് പേടിച്ചിരിക്കുന്നു. കഴിച്ചു കഴിച്ചു. മമ്മക്കുണ്ട് വലിയൊരു മസാല ദോശ. ഒരാൾ മസാല ദോശ, ഒരാൾ നെയ് റോസ്റ്റ്. ഞാൻ വെള്ളപ്പം അയച്ചു. ഞാൻ കറി കല്ലുമ്മക്കായി. കല്ലുമ്മക്കായി കാടമുട്ടടി. കാടമുട്ട കല്ലുമ്മക്കായി ഉണ്ടായിരുന്നു അവിടെ. കറി മറ്റേ റോസ്റ്റ്, കല്ലുമ്മക്കായി റോസ്റ്റ് ഇല്ല. കോഴിക്കോടാ പോണേ, ചിലപ്പോ കിട്ടും. ഇത് തിന്നണേ ഒന്ന് എനിക്കിതാ. ഓ, ഒന്ന് ചോദിച്ചപ്പോ കൊറേ കിട്ടി. ഗൈസ്, താങ്ക് യു. ഞങ്ങൾ അങ്ങനെ ഇവിടെ ഹോട്ടലിൽ എത്തിയത് എവിടെയാണ്? മുക്കം. യെസ്. മാളൂട്ടിക്ക് അറിയോ മൊയ്തീനെയും കാഞ്ചനമാലയും? എന്താ മാളു? എപ്പോ ഹോട്ടലിൽ ചെന്നാലും ഫസ്റ്റ് ഇതാണ് മാളൂസിന്റെ പരിപാടി. അപ്പോൾ ഇതിപ്പോൾ ടൗണിൽ ജസ്റ്റ് ഒരു റൂമിൽ വന്നതാണ്. ഇവിടുന്ന് ജസ്റ്റ് ഫ്രഷ് ആയിട്ട് ഷൂട്ട് നടക്കുന്നിടത്തേക്ക് പോകണം. അപ്പോഴാണോ മൊയ്തീൻ മരിച്ച? അപ്പോഴാണ് അറിയില്ല. കമന്റ് ചെയ്യട്ടോ അറിയുന്നവര്. ആണെങ്കിൽ ഇഷ്ടം. സോ വേഗം മാളൂസിനെ റെഡിയാക്കുന്നു. നമ്മൾ റിസോർട്ടിലേക്ക് പോകുന്നു. അവിടുന്ന് ഷൂട്ട്. നമുക്ക് ഡ്രസ്സ് മാറാൻ വെറും ½ an hour ഉള്ളൂ. ഇവിടെ TV കാണാൻ പോവാ. ഷൂട്ടിന് പോകേണ്ട ആള്. അങ്ങനെ മാളൂട്ടി മേക്കപ്പ് തുടങ്ങി. ഇതാ മേക്കപ്പ് ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ട്. ഷഹാന അല്ല ഷാനു? സുന്ദരിയാക്കി എടുക്കണം. ഷാനു മണ്ടൂല. ഷാനു മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ടയേർഡാണ്. മാളൂസിനെ കാണാം. ഇതാ ഷാനു ഇവിടെ ഉണ്ട്. ഒരു ചെറിയ കണ്ണാടി ഞങ്ങൾ 3 ആളും. നമുക്ക് ഒരുങ്ങാനുള്ള മിററൊക്കെ. അതെ അതെ, ഞങ്ങൾ കുഞ്ഞു ഫാമിലി ആയതുകൊണ്ട് കുഞ്ഞു മിററിൽ ഞങ്ങളെ കാണുന്നതാണ് മാളൂസ് പറയുന്നത്. മാളൂസിന് ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ്. ഇനി ഐബ്രോ ഇട്ട് കൊടുക്കാം. ഏത് ബോൾ പോലത്തെ? ഓഹോ, ആ ലൈറ്റാ.
ഓ കണ്ണാടി ഒന്നും ശരിയാവില്ല എന്നാണ് പറയുന്നത്. പുതിയ ഡ്രസ്സാണ് ലേശാനു. ഈ ഡ്രസ്സ് ഞങ്ങൾ എവിടുന്ന സ്റ്റിച്ച് ചെയ്തത് എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ പോയി നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സ് യെസ് മാളൂസ് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാളൂസിനെ ഒരുക്കി കഴിഞ്ഞിട്ട് റിസോർട്ടിലേക്ക് വന്നു. റിസോർട്ടിൻ്റെ എൻട്രൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നല്ല അടിപൊളി ഒരു റിസോർട്ടാണെന്ന്. പിന്നെ അവിടെ ആസിഫ് ഖാൻ്റെ വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. മാളൂട്ടീൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ അവിടുന്ന്. ആ ഡ്രസ്സ് ഇട്ടിട്ട് ബാഗൊക്കെ പിടിച്ചപ്പം നല്ല മാച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബാഗ് അന്ന് മൂവിക്കാരൻ്റെ കസിനും ഹസ്ബൻഡും വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നേ. അന്ന് മുതൽ മാളൂട്ടിക്ക് ഇത് പുറത്തേക്ക് എടുക്കാനായിട്ട് തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് മാച്ച് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ടപ്പോൾ ഞാൻ എടുത്തു കൊടുത്തതാണ്. പക്ഷേ അത് കൊണ്ടുവന്നതുകൊണ്ട് അതിൻ്റെയും കുറേ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മാളൂസ് സ്റ്റൈൽ ചെയ്യുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ ചെന്ന് അവിടെ പാർക്ക് ഉള്ളത് കണ്ടപ്പോഴേക്കും പിന്നെ അവൾക്ക് അവിടെ പോകണം എന്നായി. പക്ഷേ ഷൂട്ട് കഴിഞ്ഞിട്ട് പോവാ, ഡ്രസ്സിലൊക്കെ ചെളിയാവും എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ പേർഷ്യൻ കാറ്റ്സ് ഉണ്ട് കേട്ടോ. അതിങ്ങനെ പുറത്ത് വിട്ടിരിക്കുകയാണ് റിസോർട്ടിൽ. അവിടെ ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ്. അവിടെ ആ പുല്ലിൻ്റെ ഇടയിൽ അത് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ പെട്ടെന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പിന്നെയാണ് അത് പൂച്ചയാണ്, ഇളകുന്നുണ്ട്, ജീവനുണ്ടെന്നൊക്കെ മനസ്സിലായത്. പിന്നെ മാളൂട്ടി അതിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഞങ്ങളോട് പോയി ഫുഡ് കഴിച്ചിട്ട് വന്നോളാൻ പറഞ്ഞു. അവിടെ ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനി മൊയ്റ്റോ ആണ് തന്നിട്ടുണ്ടായിരുന്നത്. അത് വേണ്ടാന്ന് പറഞ്ഞ് മാളൂട്ടി ഡാർക്ക് ഫാൻറ്റസി മുഴുവനും എടുത്തിട്ട് പോയി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത് വരുന്നവരെ അവിടെ തന്നെ ഇരുന്ന് വെയിറ്റ് ചെയ്തു. ആംബിയൻസ് നല്ല ആംബിയൻസ്. യെസ് ഇവിടുന്ന് ആ 50 കിലോമീറ്റർ നമ്മളെ വയനാടാണ്. അതാണ് ആ ഒരു ക്ലൈമറ്റ്. അല്ല ഫുള്ള് പക്ഷേ കവേർഡാണ് പ്ലാന്റ്സ് കൊണ്ട്, അതുകൊണ്ടും കൂടെയാണ്. ഒരുപാട് പേഷ്യൻ ക്യാറ്റ് ഉണ്ട് ഓരോ സൈഡിലും. ഞാൻ വിചാരിച്ചു എന്താ പ്രതിമയാണ്. നല്ല ഭംഗിയുണ്ട്. ആക്കി കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞ് പിന്നെ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മാളൂട്ടിക്ക് ബോറടിച്ചു തുടങ്ങി. അവൾക്ക് ഇങ്ങനെ ഒന്നിനും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ ഞങ്ങൾ അവിടെ റിസോർട്ടൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ട്, ഫുൾ ഗ്രീനറി ആയിട്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല ഭംഗിയുള്ള ഓരോ സ്പേസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നൊക്കെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഹോട്ടലിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കാമെന്ന് കരുതി. അവിടെ ടേബിളൊക്കെ ആണെങ്കിലും നല്ല ഫ്ലവേഴ്സ്, ക്യാൻഡിൽസ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ സോൾട്ടും പെപ്പറും ഇട്ട് വെച്ചിട്ടുള്ള ബോട്ടിൽസ് ഇങ്ങനെ ഹഗ് ചെയ്ത് നിൽക്കുന്ന പോലെ ആട്ടോ നിൽക്കുക. അത് മാളൂട്ടി ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ വെക്കുന്നുണ്ടായിരുന്നേ. ഓരോ ടേബിളിലും ഓരോ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇതാണ് ഭയങ്കര ഇഷ്ടമായത്, പിങ്ക് ഫ്ലവേഴ്സ്. അപ്പം ഞങ്ങൾ ഈ ടേബിളിൽ തന്നെ എങ്ങനെ മനസ്സിലായി? അത് വായിച്ചോ? പിന്നെ മുബിക്കാക്ക പോയിട്ട് എന്തൊക്കെയോ ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് മാളൂട്ടി ഓടിപ്പോയി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ സംഭവത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നുന്നുണ്ട്. ഞാൻ ചുമ്മാ അവിടെ നിന്ന് വീഡിയോ എടുത്തു. നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ ഈ ഒരു ഗെയിം കാണാം. പക്ഷേ ഇത് എന്താണെന്നോ എങ്ങനെയാണ് കളിക്കാമെന്നോ ഒന്നും ട്രൈ ചെയ്യാൻ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പിന്നെ മുബി മാളും പോയിട്ട് എന്തൊക്കെയോ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. മാളൂട്ടിയാണെങ്കിൽ അവളെക്കാൾ വലിയ ആ സ്റ്റിക്കും പിടിച്ചിട്ടായിരുന്നു കേട്ടോ ബോൾ തട്ടുന്നത്. പിന്നെ ഞങ്ങൾ ഡൈനിങ്ങിൽ പോയി ഇരുന്നിട്ട് ആ പിങ്ക് ഫ്ലവേഴ്സിൻ്റെ അടുത്തിരുന്ന് കുറച്ച് പോസ് ചെയ്യാമെന്ന് കരുതി. സ്ക്രീനിൽ അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. അങ്ങനെ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചപ്പോഴേക്കും മാളൂട്ടിക്ക് വിശപ്പ് കൂടി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഓർഡർ ചെയ്യണമായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ വെറുതെ വാരി കൊടുക്കുന്ന പോലെയൊക്കെ കാണിച്ച് അവളെ ബോറടിയൊക്കെ മാറ്റി അങ്ങനെ ഇരിക്കുകയായിരുന്നേ. അങ്ങനെ നമുക്ക് കഴിക്കാനുള്ള ഫുഡ് വന്നു. മാളൂട്ടിക്ക് ഒരു ഹാഫ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കോട് പോകാമെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് കോഴിക്കോട് ബിരിയാണി വേണമെന്ന് അവൾ പറയുന്നുണ്ടായിരുന്നു. ഇത് എക്സാക്ട് കോഴിക്കോട് ബിരിയാണി ആണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഉച്ചയ്ക്ക് ബിരിയാണിയാണ് കഴിക്കുള്ളൂ എന്ന് അവൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 പീസ് അൽഫാമാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഷൂട്ട് സെറ്റ് ചെയ്യുന്നിടത്തേക്ക് പോയി. അവിടെ ഏകദേശം എല്ലാം തീരാനായിട്ടുണ്ടായിരുന്നു. സെറ്റിങ്സ് ഒക്കെ ഔട്ട്ഡോർ ആണ് കേട്ടോ ഷൂട്ട് നടക്കുന്നത് ഇപ്രാവശ്യം. മാളൂട്ടീൻ്റെ ചില സിംഗിൾ ഷോട്ട്സ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവർ. അതിൻ്റെ ഇടയിൽ പൂച്ചേനെ പോയി കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വേറൊരു പൂച്ച നടന്നു വരുന്ന കണ്ടപ്പോൾ അവൾ പേടിച്ചോടിപ്പോയി.
അത് കഴിഞ്ഞ് പിന്നെ ആസിഫ്ക്ക വന്നപ്പോൾ അവർ ഒന്നിച്ചുള്ള ഷൂട്ടൊക്കെ ചെയ്തു. അത് മഴവിൽ മനോരമയുടെ പേജിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. മാളൂട്ടിയാണെങ്കിൽ ഷൂട്ട് കഴിയാൻ കാത്തിക്കായിരുന്നു പാർക്കിൽ പോകാൻ വേണ്ടിയിട്ട്. പാർക്കിൽ ചെന്നത് അവിടെ ആകെ 3 സാധനങ്ങളേ ഉള്ളൂ. അതിലൊന്നിൽ മഴ ആയതുകൊണ്ട് അവൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല, വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ താറാവിൻ്റെ മേത്തൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ കളിക്കുന്ന ടൈമിൽ ഞാനും കുറച്ച് നേരം ഇരുന്നിട്ട് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ മാളൂട്ടീൻ്റെ കുറച്ച് സിംഗിൾ ആയിട്ടുള്ളത് ഷൂട്ട് ചെയ്യാൻ ഇനിയും ബാലൻസ് ഉണ്ടായിരുന്നു. അവൾ ഒരുങ്ങുന്നതൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ അതും കൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ ഷൂട്ട് പാക്കപ്പ്. അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഈവനിങ് ആയപ്പോൾ അവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ പിന്നെയും ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ ലൈറ്റൊക്കെ ഇട്ടത് കണ്ടപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഒരുങ്ങിയിരിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയാൽ എനിക്ക് അപ്പോൾ ഫോട്ടോ എടുക്കണം. ഞങ്ങൾ കപ്പിൾ ഫോട്ടോസ് എടുത്ത് തന്നിട്ടുള്ളത് മാളൂട്ടിയാണ് കേട്ടോ ഇപ്രാവശ്യം. ഇപ്പോൾ അവൾ ഫോട്ടോസൊക്കെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞങ്ങളെ ഫോട്ടോസ് എടുക്കാൻ അവളുടെ അടുത്ത് ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. ഞാനും മാളൂട്ടി ഫ്രൈഡ് റൈസ് ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. മുബിക്കാക്ക് ചപ്പാത്തി കഴിക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. നേരത്തെ ഞങ്ങൾ ഹോട്ടലിൽ ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ തൊട്ടടുത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ജെൻസിൻ്റെ ഒക്കെ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ കയറിയിട്ടുണ്ടായിരുന്നു. ജെൻസിന് പറ്റിയ ആക്സസറീസും ഡ്രസ്സൊക്കെ ഉണ്ട്. മുബിക്കാക്ക് ഞങ്ങൾ ടീഷർട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. ഒരു ഓഫ് വൈറ്റ് ടീഷർട്ട് വേണമായിരുന്നു. പക്ഷെ അത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് അവിടുന്ന് ഒരു ട്രാക്ക് സൂട്ട് എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഹോട്ടൽ റൂമിലേക്ക് പോന്നു. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറേ കടയിലും കയറി ഇപ്പോൾ ഇതാ റൂമിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യട്ടെ. മുബിക്കാക്ക് ഇതൊക്കെ കാര്യമായിട്ട് എന്തൊക്കെയോ ഇരുന്ന് വായിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് സ്പോട്ട് നമ്മളെ വയനാടൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റല്, അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷൻ എല്ലാം ഹോട്ടൽ റൂമിൽ സെറ്റ് ചെയ്ത് വെക്കണം. അങ്ങനെ എല്ലാം തോന്നുന്നു എനിക്ക്. നമ്മള് ഇപ്പൊ ഇതിലാണ് കാണുന്നത്. അപ്പം എന്തായാലും നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്. ടിവിയിൽ എന്തൊക്കെയോ കാണണം എന്ന് പറഞ്ഞ് ഞെക്കി നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും വരുന്നില്ല തോന്നുന്നത്. തുടരും ഒക്കെ ഉണ്ട് തോന്നുന്നു. സിനിമകളാണെന്ന് തോന്നുന്നു. അപ്പൊ ബൈ ബൈ പറ. Bye bye from Maluti's vlog.